ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ അഗസ്റ്റിൻ പുതിയ കുളങ്ങര. ഞാൻ വൈപ്പിൻകരയിലുള്ള എടവനക്കാട് സെയിൻറ്റ് അംബ്രോസ് ദേവാലയ ഇടവകാംഗമാണ്. ഞാനിപ്പോൾ മഞ്ഞമ്മൽ കർമ്മലീത്ത സഭയിലെ ഒരു വൈദികനാണ്. കഴിഞ്ഞ 14 വർഷങ്ങൾക്ക് മുൻപ് 2011 ഞാൻ വൈദികനായത്. എൻ്റെ ദിവ്യകാരുണ്യ അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞാൻ ആദ്യമായി പരിശുദ്ധ കുർബാനയ്ക്ക് സ്ഥിരമായി പോകാൻ തുടങ്ങിയത് 2ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ്. 2ാം ക്ലാസ്സിൽ എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ, നമ്മളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും സ്ഥിരമായിട്ടൊരു പരിശുദ്ധ കുർബാനയ്ക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അങ്ങനെ ഒരു ആഗ്രഹത്തിൽ നിന്നാണ് എന്നെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് വിടാനായിട്ട് തീരുമാനമായത്. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ പോകുമായിരുന്നു, എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞനുസരിച്ച്. അപ്പം അതെൻ്റെ ജീവിതത്തിൽ ഒത്തിരി, ഇപ്പോൾ എനിക്ക് 42 വയസ്സുണ്ട്. അപ്പോൾ ഇത്രയും നാളും പരിശുദ്ധ കുർബാനയോട് ചേർന്ന് എല്ലാ കാര്യത്തിലും എന്നെ ഈശോ നോക്കിയിട്ടുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരം നിന്നെ താങ്ങി നിർത്തും. യെശയ്യാ 41:10. ഞാനിപ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറാണ്, മഞ്ഞമ്മൽ CRC ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടർ. അവിടെ വരുന്ന ആളുകളോട് ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കാറുള്ളൊരു വചനമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈ ഒരു വചനം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കാറുണ്ട്. കാരണം എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഈശോയെ പരിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്നു. അത് കുഞ്ഞുനാൾ മുതലേ സ്വീകരിക്കാൻ പറ്റിയതിൻ്റെ ഒരു വലിയ ഭാഗ്യം, ആ ഭാഗ്യത്തിൻ്റെ കഥ കൂടെ എനിക്കുണ്ട്. ആദ്യമായി ഒരു പരിശുദ്ധ കുർബാനയുടെ ഒരു അനുഭവം, പരിശുദ്ധ കുർബാനയ്ക്ക് എല്ലാ ദിവസവും പോകുമായിരുന്നെങ്കിലും അതൊരു അനുഭവമായിട്ട് എനിക്ക് ആ ഈശോ എന്നുള്ള ഈശോയെ സ്നേഹിക്കാനായിട്ട് പറ്റും. ഈശോയെ സ്നേഹിക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയും ഒരാഗ്രഹവും അല്ലെങ്കിൽ ആ സാധ്യതയൊക്കെ എനിക്ക് തുറന്നു കിട്ടിയത്, അതിൻ്റെ ഒരു വാതിൽ എനിക്ക് തുറന്നു കിട്ടിയത് എൻ്റെ ആദ്യ കുർബാനയുടെ ദിവസം തന്നെയാണ്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു, മെയ് മാസം 2-ാം തീയതി ആയിരുന്നു എൻ്റെ ആദ്യ കുർബാന സ്വീകരണം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളെ നേരത്തെ തന്നെ ധ്യാനിപ്പിച്ചൊരുക്കിയിരുന്നത് ബഹുമാനപ്പെട്ട ഇന്ന് ഫാദർ ഫിലിപ്പ് തൈപ്പറമ്പിൽ എന്നറിയപ്പെടുന്ന, അന്ന് ഡീക്കനായിരുന്ന അദ്ദേഹമാണ്. ആദ്യ കുർബാനയ്ക്ക് വേണ്ടി ഒരുക്കുന്ന സമയത്ത് അദ്ദേഹം ഞങ്ങൾക്ക് ദിവ്യകാരുണ്യ സ്വീകരണത്തിന് വേണ്ടി പഠിപ്പിച്ച പാട്ട് വാവാ യേശുനാഥ എന്ന പാട്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നത് ആ സമയത്തൊക്കെ ആയിരുന്നു ആ പാട്ട് ഇറങ്ങിയിരുന്ന ഒരു സമയമാണ്. ഞാൻ ആദ്യമായിട്ട് ആ പാട്ട് കേട്ടത് ഡീക്കൻ പഠിപ്പിച്ചിട്ടാണ്. ഞാൻ പരിശുദ്ധ കുർബാനയിൽ അന്ന് വന്നു. പരിശുദ്ധ കുർബാന അപ്പോൾ ഒത്തിരി ആഗ്രഹം, എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഈശോയെ സ്വീകരിക്കണം, ഈശോ വരും, ഈശോയെ നമുക്ക് അനുഭവിക്കണം, അപ്പോൾ ഈശോയെ നമ്മൾ സ്വീകരിക്കും, ഹൃദയത്തിൽ വരും എന്നൊക്കെ പറഞ്ഞു. പരിശുദ്ധ കുർബാന ഞാൻ അപ്പോൾ വലിയ ഒരു ആകാംക്ഷയോടു കൂടിയാണ് ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിച്ചത്. ഞങ്ങളുടെ വികാരിയച്ഛൻ ഫ്രാൻസിസ് ഡിസിൽവ എന്ന് പറയുന്ന അച്ഛനാണ്. അച്ഛൻ ഞങ്ങൾക്ക് പരിശുദ്ധ കുർബാന നാവിൽ വെച്ച് തന്നു. പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ഞാൻ എന്നിട്ട് പോയി എൻ്റെ സീറ്റിലിരുന്നു. ഈശോയെ കാണാനുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു, പക്ഷേ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഒരു ചെറിയൊരു നിരാശ, സംശയം അങ്ങനെയൊക്കെ വരാനായിട്ടുള്ള ഒരു സാധ്യത തുടങ്ങുമ്പോഴേ, പക്ഷേ മറുഭാഗത്ത് വേറൊരു പ്രചോദനം, അതായത് അപ്പുറത്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡീക്കൻ്റെ നേതൃത്വത്തിൽ മനോഹരമായി അവിടെ കൊയർ നടക്കുന്നുണ്ടായിരുന്നു. വാവാ യേശുനാഥ എന്നുള്ള ഗാനം അവിടെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കണ്ണടച്ചിങ്ങനെ ഈശോയെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാതുകളിലാണ് എനിക്ക് ഈശോയോട് അടുക്കാനുള്ള ഒരു ആഹ്വാനം കിട്ടുന്നത്. ആ പാട്ടിൽ തന്നെ അതുണ്ടായിരുന്നു. പാട്ടിങ്ങനെയായിരുന്നു, പാട്ടിൻ്റെ വരികൾ ഞാൻ കേൾക്കുമ്പോൾ അതിങ്ങനെ പോവുകയായിരുന്നു. നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നിന്നിലെല്ലാമൻ ജീവനും സ്നേഹവുമേ. നീയൻ പ്രാണനാഥൻ എന്നൊക്കെ ആ ഒരു വരി കേട്ടപ്പോൾ തന്നെ എന്തൊരു സിനിമയിൽ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ പ്രേമിക്കുന്ന ആളുകളെ കാണുന്നത് പോലുള്ളൊരു ഈശോ എൻ്റെ ഒരു സ്നേഹിതനാണെന്നും കൂട്ടുകാരനാണെന്നും, അല്ലെങ്കിൽ ഈശോ എൻ്റെ ഒരു അപ്പനാണെന്നെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠനാണെന്നോ ഒക്കെ ഒരു അങ്ങനെയുള്ളൊരു ഇൻറ്റിമസി എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് ഫീൽ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ തന്നെ പിന്നെ ഞാൻ ആ പാട്ടിലങ്ങ് അലിഞ്ഞു പോവുകയായിരുന്നു. പിന്നീട് വന്ന വരികളെല്ലാം എന്നെ കൂടുതൽ ആവേശം കൊള്ളിക്കുന്ന വരികളാണ് വന്നത്. ഏറ്റവും അവസാനം, വേണ്ട പോകരുതേ നാഥ നിൽക്കണമേ, തീർത്തുകൊള്ളാം ഞാൻ നല്ലൊരു പൂമണ്ഡപം. ആ വരികളൊക്കെ ഇങ്ങനെ പാടുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി എന്നെ തന്നെ ഒരുക്കണം, ഇനി എനിക്ക് നന്നാവണം,
നല്ലവനായി തീരണം എന്നൊക്കെ ഉള്ളൊരു ബോധം എനിക്കന്ന് കിട്ടിയതാണ്. പിന്നീട് എപ്പോഴെല്ലാം പരിശുദ്ധ കുർബാനയ്ക്ക്, പിന്നെ എല്ലാ ദിവസവും ഞാൻ പോകുമായിരുന്നു, എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ഈശോയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഈ ഒരു ഫീൽ എനിക്ക് കിട്ടുമായിരുന്നു. ഈശോ എൻ്റെ കൂട്ടുകാരനാണെന്നുള്ളൊരു ബോധം. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂടെയുള്ളൊരു ദൈവമാണ്, എനിക്ക് ആക്സസിബിൾ ആയിട്ടുള്ളൊരു ദൈവമാണ് എന്നുള്ളൊരു ബോധം എനിക്ക് അന്നു മുതലേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ, ദിവ്യകാരുണ്യ സ്വരൂപനായി. ഈ ആദ്യ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഞങ്ങൾക്കൊരു ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുഞ്ഞുനാൾ മുതലുള്ള ഒരു പ്രശ്നമായിരുന്നു പേടി, ഭയമായിരുന്നു. പ്രത്യേകിച്ച് ആളുകളെ ഫേസ് ചെയ്യുന്നതിനുള്ളൊരു പേടി, പ്രത്യേകിച്ച് ഇത്തിരി സ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ എനിക്ക് പേടിയായിരുന്നു. പ്രത്യേകിച്ച് വികാരി അച്ഛന്മാരുടെ അടുത്തൊന്നും ഞാൻ പോവുക പോലും ഇല്ലായിരുന്നു. അച്ഛന്മാരെ ആ അൾത്താരയിൽ കാണുന്നു, അൾത്താരയുടെ താഴെ നിന്നും പരിശുദ്ധ കുർബാന കൂടുന്നു. ഒരിക്കൽ പോലും ഞാൻ അക്കൊളേറ്റായിട്ടോ അല്ലെങ്കിൽ അൾത്താരപാലകനായിട്ടോ പോലും പോയിട്ടില്ല. കാരണം അച്ഛന്മാരോടുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 ദിവസത്തെ ധ്യാനമാണ്. ആദ്യത്തെ ദിവസത്തെ ധ്യാനത്തിൻ്റെ ഉച്ചയ്ക്ക് ഞങ്ങളെ ഭക്ഷണം കഴിക്കാനായിട്ട് വിട്ടു. 1 മണിക്കൂർ സമയമാണ് ഉച്ചഭക്ഷണം കഴിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ച് വരുമ്പോഴേക്കും ധ്യാനം ഏതാണ്ട് 2ാമത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ളത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വികാരിയച്ഛൻ ഒത്തിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ്. അച്ഛൻ സാധാരണ മറ്റു കുട്ടികളെയൊക്കെ ഇങ്ങനെ വൈകി വരുന്നതിന് പിണങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അച്ഛൻ എന്നെ പിണങ്ങുമെന്നുള്ളൊരു ചിന്ത വന്നതോടുകൂടി എനിക്ക് പേടി തോന്നി. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ കുഞ്ഞുബുദ്ധിയിൽ തോന്നിയതുപോലെ ഞാൻ ആ ധ്യാനത്തിൻ്റെ ഉച്ച സമയം ഞാൻ സ്കിപ്പ് ചെയ്തു. ഞാനത് പങ്കെടുക്കാതെ ഞാൻ തിരികെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നിട്ട് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഇനി ഉച്ചയ്ക്ക് ശേഷം ധ്യാനമില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാനിങ്ങോട്ട് തിരിച്ചു പോന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറ്റേ ദിവസം ചെന്നപ്പോഴാണ് പ്രശ്നം കൂടുതൽ വഷളായതായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. രാവിലെ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോഴേക്കും വികാരിയച്ഛൻ എൻ്റെ പേര് വിളിച്ചു, അഗസ്റ്റിൻ എന്ന് പേര് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു എൻ്റെ മേടയിലേക്ക് വരാൻ പറഞ്ഞു. അച്ഛൻ്റെ മേടയിലേക്ക് ചെന്നു. ഭയത്തോടുകൂടിയാണ് ഞാൻ ചെന്നത്. അച്ഛൻ ഉടനെ എന്നെ പറഞ്ഞു, നീ നിൻ്റെ അമ്മയെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. ഉടൻ തന്നെ ഞാൻ വീട്ടിലേക്ക് ഓടി അമ്മയെ വിളിച്ചിട്ട് വന്നു. അമ്മയെ വിളിച്ചിട്ട് വന്നപ്പോൾ അച്ഛൻ പറയുകയാണ്, നിൻ്റെ മകൻ ധ്യാനം കൂടിയിട്ടില്ല, ധ്യാനം പൂർത്തിയാക്കാത്തത് കൊണ്ട് അവൻ ഈ പ്രാവശ്യം ആദ്യ കുർബാന സ്വീകരണം തരുന്നില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരുന്നു. 2 ദിവസമുള്ള ആദ്യ കുർബാനയ്ക്ക് വേണ്ടി അപ്പച്ചനും അമ്മച്ചിയും എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരുന്നു. ബന്ധുജനങ്ങളെയൊക്കെ വിളിച്ചിരുന്നു ആ ഒരു ഫംഗ്ഷന് വേണ്ടി. അപ്പം എല്ലാം ഒരുക്കിയിരിക്കുന്ന നേരത്ത് ആദ്യ കുർബാന നടക്കുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ വലിയ പ്രശ്നമായത്. അമ്മച്ചി അച്ഛൻ്റെ മുന്നിൽ കരഞ്ഞു. അവസാനം അമ്മച്ചിയുടെ കരച്ചിൽ കണ്ടിട്ടാണെന്ന് തോന്നുന്നു അച്ഛന് മനസ്സലിഞ്ഞ് കുഴപ്പമില്ല, ഈ പ്രാവശ്യം കൊടുക്കാം എന്ന് പറഞ്ഞ് അച്ഛനതിനെ ആശ്വസിപ്പിച്ച് വിട്ടു. പക്ഷേ അതെൻ്റെ മനസ്സിലൊരു വലിയ ഒരു ഭയവും തിരിച്ചറിവും ഒക്കെ കൊണ്ടുവന്നു. മേലിലൊരിക്കലും എൻ്റെ ഒരു ഭയത്തിൻ്റെ പേരിൽ ആരെയെങ്കിലും ഫേസ് ചെയ്യാതിരിക്കരുത്. ശരിക്കും എനിക്ക് അച്ഛനെ ഭയമായിരുന്നത് കൊണ്ടാണ് അച്ഛനെ ഫേസ് ചെയ്യേണ്ട, ആ ഭയത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യരുത് എന്ന് എനിക്കൊരു ബോധ്യം കിട്ടി. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നീട് ഒരിക്കലും, എനിക്ക് എത്ര പ്രശ്നം പിടിച്ച സ്ഥലമാണെങ്കിലും ഞാൻ വിട്ടിട്ട് പോരില്ല. ഞാൻ അവിടെ തന്നെ നിന്ന്, എനിക്ക് തീരെ പറ്റാത്ത ഇടങ്ങളിലാണെങ്കിൽ പോലും ഞാൻ എങ്ങനെയെങ്കിലും അതിനെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഞാൻ പിന്നീട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അത് ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് ഉണ്ടായത്. ശരിക്കും അങ്ങനെയുള്ളൊരു അനുഭവത്തിലൂടെ കടന്നുപോയത് ശരിക്കും ഈശോ എന്നെ ഒരുക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ മറ്റൊരു രീതിയിൽ, ഒരു സാധാരണ രീതിയിൽ പരിശുദ്ധ കുർബാനയുടെ ആദ്യ കുർബാനയുടെ സ്വീകരണത്തിന് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് അത്രയ്ക്ക് ഇൻറ്റിമസി ഈശോയുമായിട്ട് തോന്നുന്നില്ലായിരുന്നു. എൻ്റെ ആ നിഷ്കളങ്കത അത്രമാത്രം ഉണ്ടാവില്ലായിരുന്നു. ഇതുപോലുള്ളൊരു കഠിനമായ അനുഭവത്തിലൂടെ കടന്നു പോവുകയും ഒരു മാനസാന്തര അനുഭവത്തിലൂടെ കടന്നു പോവുകയും
ആ മാനസാന്തരത്തിലൂടെ എൻ്റെ മനസ്സാക്ഷി ശുദ്ധമാവുകയും ചെയ്തു. കുട്ടിയാണെങ്കിൽ അന്ന് ആ മനസ്സാക്ഷി ശുദ്ധമായതുകൊണ്ടാണ് ആ ദൈവിക അനുഭവം, ഈശോയോടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ അനുഭവം എനിക്ക് കിട്ടിയതെന്ന് ഇന്ന് ഒരു വൈദികൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈശോ എന്നെ ഒരുക്കുകയായിരുന്നു. കർത്താവ് നമുക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല എന്നുള്ള ആ ഒരു നമ്മളെ കഷ്ടതകളിലൂടെ കടത്തിക്കൊണ്ടു പോകുമ്പോഴും ഈശോ നമ്മളെ ഒരുക്കുകയാണ്. ദിവികാരനെ നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, നിരന്തരം നമ്മളെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ബോധ്യം ആ ഒരു അനുഭവത്തിലൂടെ എനിക്ക് ലഭിക്കുകയുണ്ടായി. തിരുവോസ്തിയിൽ ഞാൻ കാണുന്നു നിന്നെ വിശ്വൈകരാജനെ, നിന്നെ മറന്നോരെന്നെ തിരഞ്ഞ് മണ്ണിൽ പിറന്നവനെ, നിന്നിൽ ലയിക്കാനൊന്നായി തീരാ എന്നെ നൽകുന്നിതാ. ഞാൻ ഡീക്കനായിരിക്കുമ്പോൾ ആദ്യമായി പ്രസംഗം പറയാൻ കിട്ടിയത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രസംഗം. മെയ് മാസത്തിൻ്റെ അവസാനത്തിലാണ് ഡീക്കനായത്. ജൂൺ മാസത്തിൻ്റെ ആദ്യത്തിൽ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസം ഞാൻ തങ്കി സെൻറ്റ് മേരീസ് ഫൊറോനപ്പള്ളിയിലാണ് എനിക്ക് ഡീക്കൻ മിനിസ്റ്റർ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ അവിടേക്ക് ചെല്ലുമ്പോഴേ ഞാൻ നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു പ്രസംഗം ഞാൻ എഴുതി തയ്യാറാക്കിയിരുന്നത് ഞാൻ കാണാതെ പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും എൻ്റെ നേരത്തെ പോയിരുന്ന തലേ വർഷങ്ങളിലൊക്കെ അവിടെ മിനിസ്ട്രിക്ക് പോയിരുന്ന ഡീക്കന്മാരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ആളുകളെല്ലാവരും നമ്മളുടെ പ്രസംഗം ശ്രദ്ധിക്കും, അവർ വന്നിട്ട് പറയും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനും അത്യാവശ്യം നല്ല രീതിയിൽ ഒരുങ്ങിയിട്ടാണ് പോയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ആ പള്ളിയിലേക്ക് കയറുമ്പോഴേക്കും ഞാൻ അവരെ എന്നെ സ്വയം പരിചയപ്പെടുത്തി, ഞാൻ ഡീക്കനാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോഴേക്കും ആളുകളോടൊന്ന് തന്നെ പറയുന്ന ഇതാണ്, ബ്രദറിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് വികാരിയച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോഴും വികാരിയച്ഛനും കൊച്ചച്ഛനും ഒക്കെയും ബ്രദറിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം സാധാരണ രീതിയിൽ നന്നായിട്ട് ഒരുങ്ങിയിട്ടൊക്കെയാണ് പോയത്. പക്ഷേ എനിക്കൊരു ടെൻഷൻ വന്നു. ഇവരിങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ ഒരു ടെൻഷൻ, പിന്നെ ആദ്യത്തെ പ്രസംഗമായതിൻ്റെ ഒരു ടെൻഷനുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ രാത്രി മുഴുവനും എൻ്റെ മുറിയിലിരുന്ന്, എനിക്ക് കിട്ടിയ മുറിയിലിരുന്ന് ഞാൻ ഒത്തിരി തവണ, ഒരു 10-25 തവണയെങ്കിലും അതിങ്ങനെ ആവർത്തിച്ച് എൻ്റെ പ്രസംഗം മുഴുവൻ ഇങ്ങനെ ആവർത്തിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞ് ഞാൻ നല്ല തറമാക്കി ഞാനതെല്ലാം പഠിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ ആ പ്രസംഗത്തിന് നിൽക്കുമ്പോൾ പള്ളിയിൽ ഡീക്കൻ്റെ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹവും പെട്ടെന്ന് മനസ്സിലേക്കൊരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവം, എൻ്റെ തന്നെ ചില ഓർമ്മകളൊക്കെ വന്നു. ഞാനിങ്ങനെ പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണല്ലോ പറയാൻ പോകുന്നത്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് എത്ര നാളായി ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. ഞാൻ ഇത്രയും നാളും പരിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ എൻ്റെ ശരീരം മുഴുവനും പരിശുദ്ധ കുർബാനയെ ഉണ്ടാവുമല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഞാൻ എൻ്റെ പ്രസംഗം ഇങ്ങനെ തുടങ്ങാം എന്ന് ഞാൻ വിചാരിച്ചു. അതായത് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 4:7 ഇസ്രായേലിനോട് മോശ പറയുന്നുണ്ട്, ഇസ്രായേൽ കേൾക്കുക, എത്ര ഭാഗ്യപൂർണമായ ജനതയാണ് നിങ്ങൾ, വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവം ഇത്ര സമീപത്തുള്ള വേറെ ഏത് ജനതയാണുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതുപോലെ അവരോട് ആ ഒരു വചനം വെച്ചിട്ട് അതുപോലെ ഞാനിങ്ങനെ പറഞ്ഞു, പ്രിയപ്പെട്ട കത്തോലിക്കരായ സഹോദരങ്ങൾ, എത്ര ഭാഗ്യപ്പെട്ടവരാണ് നമ്മൾ. കാരണം ഈശോയുടെ രക്തമാണ് നമ്മളുടെ ഞരമ്പുകളിൽ ഓടുന്നത്, ഈശോയുടെ ശരീരമാണ് നമ്മളുടെ മാംസത്തെ വിശുദ്ധീകരിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ ഒരു ഗാംഭീര്യമായ നല്ലൊരു മനോഹരമായൊരു സെൻറ്റൻസ് പറഞ്ഞിട്ടാണ് ഞാൻ ആ പ്രസംഗം തുടങ്ങി. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. അതൊരു പഞ്ച് ഡയലോഗ് പോലെ ഞാനതങ്ങ് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ പഞ്ച് ഡയലോഗ് ഞാൻ അന്ന് അവിടെ പറഞ്ഞു. അത് കഴിഞ്ഞു പിന്നീട് ഞാൻ അനേകം പ്രസംഗങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും ആ ഡയലോഗ് ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ ഞാൻ ഓർക്കാറുണ്ട്. ഒരുപക്ഷെ ആ പ്രസംഗം ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടി തന്നെയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ എൻ്റെ രക്തത്തിൽ ഓടുന്ന ആ രക്തത്തിൽ ഈശോ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്നുള്ളൊരു ബോധം, എൻ്റെ ശരീരത്തിൽ, എൻ്റെ ഈ വിരൽത്തുമ്പിൽ പോലും ഈശോ ഉണ്ടെന്നുള്ളൊരു ബോധം
പരിശുദ്ധ കുർബാന സ്വീകരിച്ച ഏതൊരു വ്യക്തിക്കും അതേ അനുഭവമാണെന്നുള്ളൊരു ബോധം അതെന്നെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഞാൻ ഇടയ്ക്കൊക്കെ പരിശുദ്ധ കുർബാനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എൻ്റെ വിരലിലേക്കൊക്കെ ഇങ്ങനെ നോക്കും. അത്രയ്ക്ക് അതെനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ പാപം ചെയ്യാൻ തോന്നത്തില്ല നമുക്ക്. ഈശോ വരുന്ന കണ്ണുകൾ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് പാപം ചെയ്യാൻ പറ്റുന്നത്? ഈശോ വരുന്ന നാവല്ലേ, ഈശോ വരുന്ന നാവ് കൊണ്ട് പിന്നെ കുറ്റം പറയുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഈശോ വരുന്ന ഹൃദയം, അതുകൊണ്ട് എങ്ങനെയാണ് ചീത്തയായത് അല്ലെങ്കിൽ നന്മയല്ലാത്തത് അസത്യമായതൊക്കെ നമുക്ക് എങ്ങനെ ചിന്തിക്കാനായിട്ടും ആഗ്രഹിക്കാനൊക്കെ സാധിക്കുക? അങ്ങനെ എപ്പോഴും പാപാവസ്ഥകൾ വരാറുണ്ട്. എങ്കിൽ പോലും അതിനെയൊക്കെ ഒന്ന് അതിജീവിക്കണം, അതിൽ നിന്നൊക്കെ വിട്ടുമാറണം, ഈശോയോട് കൂടുതൽ അടുക്കണം എന്നൊക്കെ ഉള്ളൊരു ബോധ്യമായി ആ ഒരു ചിന്ത, എൻ്റെ ഞരമ്പിലോടുന്ന രക്തത്തിൽ പോലും ഈശോ ഉണ്ടെന്നുള്ള ബോധ്യം. ആ ദിവ്യസ്വരം കേട്ടാത്മഹർഷത്തോടെ എൻ പൊന്നീശോയെ ഞാൻ സ്വീകരിക്കാം. ഞാൻ വൈദികനായതിനു ശേഷം ഒരു 2 വർഷം കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഒരു കേരളത്തിൽ അറിയപ്പെടുന്നൊരു കരിസ്മാറ്റിക് ധ്യാനഗുരു, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് എനിക്കൊരു മെസ്സേജ് കിട്ടി. അതായത് അച്ഛൻ പ്രാർത്ഥിക്കണം, കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് എന്നോട് അച്ഛൻ പറഞ്ഞു. അതനുസരിച്ച് അന്ന് പ്രശസ്തമായിരുന്ന ഒരു ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ധ്യാനിക്കാൻ പോയി. വൈദികരുടെ ധ്യാനത്തിൽ അറ്റൻഡ് ചെയ്തു. ആ വൈദികരുടെ ധ്യാനത്തിൽ ഒരു 105ഓളം വൈദികരുണ്ടായിരുന്നു. പിന്നെ 3 ബിഷപ്പുമാരുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഇങ്ങനെ ആ ഒരു ധ്യാനത്തിൽ ഞങ്ങൾ പങ്കെടുത്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 31-32 വയസ്സ് പ്രായമായിരുന്നു. ഞാൻ പയസ് നഗർ എന്ന് പറയുന്ന, മറയൂരിനടുത്തുള്ള പയസ് നഗർ എന്ന് പറയുന്ന ഞങ്ങളുടെ ആശ്രമത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു എൻ്റെ ജോലി. അപ്പോൾ അത് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ചെയ്യുന്നതിനിടയിലാണ് ഞാൻ ധ്യാനത്തിന് പോകുന്നത്. ധ്യാന കേന്ദ്രത്തിൽ പോയി ഞാൻ വളരെ ഒരുങ്ങിയാണ് ഞാൻ പോയത്. ശരിക്കും ഞാൻ ആ ധ്യാനത്തിനിടയിലൊരു 3 പ്രാവശ്യം ഞാൻ കുമ്പസാരിച്ചു. ഞാൻ ഡെലിവറൻസ് പ്രാർത്ഥന സ്വീകരിച്ചു. പൂർണ്ണമായിട്ടല്ലെങ്കിലും കുറേയേറെ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് അങ്ങനെ എനിക്ക് ആ ധ്യാനത്തിൽ ഒരു അഭിഷേകം കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ പോയത്. പക്ഷേ ഏറ്റവും അവസാനം ധ്യാനത്തിൻ്റെ അവസാനം അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് 3 ബിഷപ്പുമാരും പിന്നെ ആ ധ്യാന കേന്ദ്രത്തിലെ മറ്റ് വൈദികരെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യുന്ന സമയമായി. അഭിഷേകം പ്രാർത്ഥന, അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഓരോ അഭിഷേകങ്ങൾ ലഭിക്കുന്നതായിട്ട് അവിടെ മെസ്സേജുകൾ മൈക്കിലൂടെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കെന്ത് അഭിഷേകമായിരിക്കും കിട്ടാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടുകൂടി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ബിഷപ്പുമാർ എൻ്റെ തലയിൽ കൈവച്ച് കടന്നുപോയി, അച്ഛന്മാരും തലയിൽ കൈവച്ച് കടന്നുപോയി. യഥാർത്ഥത്തിൽ ഞാൻ പിന്നെ കാണുന്നതൊരു ദർശനമായിരുന്നു. ഒരു ഇരുണ്ട ടണൽ പോലുള്ള ഒരു സ്ഥലം. ആ സ്ഥലത്തിലൂടെ ഞാനിങ്ങനെ വളരെ വേഗത്തിൽ യാത്ര ചെയ്ത് ഒരു വലിയ തീക്കുണ്ഡം പോലുള്ള ഒരു സ്ഥലത്തിൻ്റെ അരികിൽ പോയി എത്തുന്നു. പെട്ടെന്ന് ആ തീക്കുണ്ഡത്തിൽ നിന്ന് ഒരു പൈശാചിക അരൂപി ഇങ്ങനെ എൻ്റെ മുഖത്തിന് നേരെ ഇങ്ങനെ അടിച്ച് വരുന്നു. ഒരൊറ്റ കാഴ്ച ഞാൻ കണ്ടതോടുകൂടെ എൻ്റെ ശരീരമാകെ വിറയ്ക്കാൻ തുടങ്ങി. എൻ്റെ നെഞ്ചിനകത്ത് ഒരു പടപടപ്പിൻ്റെ ഒരു അനുഭവം. അത് കഴിഞ്ഞതോടുകൂടി എനിക്ക് വലിയ ഭയമായി മാറി. സത്യം പറഞ്ഞാൽ ഒരു ധ്യാനത്തിന് അഭിഷേകത്തിന് വേണ്ടി പോയതാണ്. പക്ഷേ ശരിക്കും വലിയൊരു അഭിഷേകമാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ അഭിഷേകത്തെ സ്വീകരിക്കാൻ വിധം ഞാൻ ഒരുങ്ങാത്തത് കൊണ്ട് എന്താണെന്നറിയില്ല, അല്ലെങ്കിൽ അത് അത്രയ്ക്ക് ശക്തമായൊരു അനുഭവമാണ് എനിക്കുണ്ടായത്. പിന്നീട് ഒരു ഭയങ്കരമായൊരു വിറയൽ എനിക്ക് അനുഭവപ്പെട്ടു. ധ്യാനം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും ആശ്രമത്തിലെത്തിയിട്ടും ആ വിറയലിൻ്റെ അനുഭവം എനിക്ക് മാറുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ അതൊരു ഡെലിവറൻസിൻ്റെ അനുഭവം ആയിരുന്നു. പൈശാചികതയെ തിരിച്ചറിയാനുള്ളൊരു അനുഭവം ഈശോ തന്നതാണ്. ഞാൻ ആശ്രമത്തിൽ തിരിച്ചെത്തി എപ്പോഴും എൻ്റെ ഹൃദയം ഇങ്ങനെ പടച്ചുകൊണ്ടിരിക്കും. ഒന്നുകിൽ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കണം. ജപമാല ചൊല്ലിയാൽ പോലും അതൊന്നും ചെറിയൊരാശ്വാസം കിട്ടും എന്നല്ലാതെ പൂർണ്ണമായും അതൊന്നും മാറ്റം ഉണ്ടാകുമായിരുന്നില്ല. ഒത്തിരി വൈദികരുടെ അടുത്ത് ഞാൻ കൗൺസിലിങ്ങിന് വേണ്ടി പോയി. അച്ഛന്മാരുടെ എൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പോയി. പക്ഷേ അത് വിട്ടുപോകുന്നില്ല. എല്ലാവരും പറയുന്ന ഇതാണ്, ഇത് അച്ഛനുള്ളൊരു കൃപയാണ്, ഇത്
കാലത്തിൽ വെളിപ്പെട്ടുകൊള്ളും എന്നുള്ള രീതിയിലാണ് എല്ലാ അച്ഛന്മാരും പറയുന്നത്. ഞാൻ ആകെ ഭയപ്പെട്ടൊരവസ്ഥയിൽ അവസാനം എനിക്കറിയാം എവിടെ ചെല്ലണമെന്ന് എനിക്കറിയാം. അത് ഈശോയുടെ അടുത്ത് തന്നെ ചെന്നാലേ അത് മാറത്തുള്ളൂ, എനിക്ക് ആശ്വാസം ഈശോയിലാണ് എന്ന് എനിക്കറിയാമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിരിക്കാൻ തീരുമാനിച്ചു. ഞാൻ ആരാധന, അച്ഛന്മാരായതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾക്ക് ചാപ്പലിൽ ആരാധന എഴുന്നള്ളിച്ച് വയ്ക്കാം. അപ്പോൾ എൻ്റെ ആശ്രമത്തിലെ ജോലികളും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കുട്ടികളെക്ക് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവരെ സ്കൂളിലൊക്കെ അയച്ചതിന് ശേഷം ഞാൻ ആശ്രമത്തെ ചാപ്പലിൽ പോയിരിക്കും, ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വയ്ക്കും. അതിൻ്റെ മുന്നിലിരിക്കും, അതിൻ്റെ മുന്നിൽ മണിക്കൂറുകളോളം ഞാനിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി. ദിവ്യകാരുണ്യനാഥൻ ജീവിക്കുന്ന ദൈവമാണ്, നമ്മുടെ ശരീരത്തിൽ ഇടപെടുന്ന ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഈ പടപടപ്പുമായിട്ട് ഇങ്ങനെ ജീവിതം രാവുമിലും പകലും ഇങ്ങനെ പടപടച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഞാൻ ചാപ്പലിൽ കയറി ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് അവിടെ ധ്യാനപൂർവ്വം ഞാൻ എപ്പോഴാണോ ഇരിക്കാൻ തുടങ്ങുന്നത്, ആ നിമിഷത്തിൽ എൻ്റെ നെഞ്ചിലെ പടപ്പ് വിറയിൽ നിൽക്കും. പിന്നെ ഞാൻ എന്തുമാത്രം നേരം അവിടെ ഇരിക്കുന്നോ അത്രയും അത് ആ ഒരു വിറയലിൻ്റെ അനുഭവം മാറി നിൽക്കും. അത് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ചാപ്പലിൻ്റെ പുറത്തേക്ക് പിന്നീട് പുറത്തുള്ള ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴും കുറേ നേരം അത് ആ ഒരു സ്വസ്ഥത, വിറയലില്ലാത്ത അനുഭവം അതിങ്ങനെ കടന്നു പോകും. പിന്നെ ജീവിതത്തിൻ്റേതായ തിരക്കുകളിലേക്ക് പോകുമ്പോൾ വീണ്ടും എൻ്റെ ഹൃദയം പിടക്കാൻ തുടങ്ങും. അങ്ങനെ ശരിക്കും ഒരു സ്വിച്ച് ഇട്ടാൽ എങ്ങനെയാണ് എൻ്റെ വിറയൽ മാറുന്നത്, അതുപോലെയാണ് ദിവ്യകാരുണ്യനാഥൻ എന്നെ തൊടുമായിരുന്നു. ഞാൻ അവിടെ ഇരുന്നു, ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്നു, ബൈബിള് വീണ്ടും വായിച്ചു. കാരണം എന്നെ സംബന്ധിച്ചുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരു പോരാട്ടം കൂടെയായിരുന്നു. ഞാൻ ബൈബിള് വീണ്ടും വായിച്ചു. എനിക്ക് പ്രിയപ്പെട്ട വിശുദ്ധരായിട്ടുള്ള വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ പുസ്തകം ഞാൻ വീണ്ടും വായിച്ചു. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ പുസ്തകം ഞാൻ വീണ്ടും വായിച്ചു. വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസിൻ്റെ, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ പുസ്തകം ഞാൻ വീണ്ടും വായിച്ചു. പിന്നെ അതുപോലെ തന്നെ ആ കാലഘട്ടങ്ങളിൽ എൻ്റെ ബർത്ത്ഡേക്കൊക്കെ ആളുകൾ ഗിഫ്റ്റായിട്ട് തന്നിരുന്നത് പൈശാചിക ബാധകളെക്കുറിച്ചും പിശാചിനെ ഒഴിപ്പിക്കുന്നതിനെക്കുറിച്ചും എക്സോർസിസത്തെക്കുറിച്ചൊക്കെ ഉള്ള പുസ്തകങ്ങൾ. ആരെങ്കിലും സാധാരണഗതിയിൽ അങ്ങനെ ആർക്കും അങ്ങനെയുള്ള കാര്യങ്ങളും കൊടുക്കും. പക്ഷേ എനിക്ക് അങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ദൈവം അതാണ് കൽപ്പിച്ചിരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ലിറ്ററേച്ചറൊക്കെ ഞാനിങ്ങനെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഭയത്തിൻ്റെ അനുഭവങ്ങൾ നീണ്ടൊരു 2 വർഷക്കാലത്തോളം എടുത്തു. ആ ശരീരത്തിലുള്ള ആ ഒരു വിറയലിൻ്റെ അനുഭവം എനിക്ക് പൂർണ്ണമായും ദിവ്യകാരുണ്യത്തിലിരുന്നത് കൊണ്ട് മാത്രം മാറിക്കിട്ടി. എന്ന് മാത്രമല്ല, ഈ ഒരു വിറയലുണ്ടായതുകൊണ്ട് ഞാൻ ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് ഞാൻ ബൈബിൾ വായിച്ചു. ബൈബിളിൽ ഡെലിവറൻസിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ, അത് എനിക്ക് തോന്നുന്നു എല്ലാ പേജിലും എല്ലാ പാരഗ്രാഫിലും പൈശാചികതയെക്കുറിച്ച് ഉള്ള വെളിപ്പെടുത്തലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള തിരിച്ചറിവ്, ബോധ്യം എനിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ അമ്മ ത്രേസ്യയെയും ഞാൻ അന്ന് വരെ വായിച്ചിട്ടും കാണാത്ത പല മേഖലകളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ, അവർ പറയുന്നതായിട്ടുള്ള ബോധ്യങ്ങൾ എനിക്ക് ലഭിച്ചു. അപ്പം അങ്ങനെ പിന്നീട് ആ ഒരു ഡെലിവറൻസ് മേഖലയിലുള്ള ശുശ്രൂഷകളിലേക്ക് ദൈവം എന്നെ ഒരുക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അതിലേക്കുള്ള വഴി എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത് ദിവ്യകാരുണ്യത്തിലിരുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ആ ഒരു വിശ്വാസത്തിലേക്കും ആ വിശ്വാസത്തിൻ്റെ കറക്റ്റ്നെസ്സിലേക്കും എനിക്ക് വരാൻ പറ്റിയത് ദിവ്യകാരുണ്യത്തിലിരുന്നത് കൊണ്ടാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സ്വിച്ചിട്ടതുപോലെ എൻ്റെ വിറയിൽ മാറുന്ന അനുഭവം തന്ന് ദിവ്യകാരുണ്യനാഥനായ ഈശോ ജീവിക്കുന്ന ദൈവമാണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തിയത് ആ ദിവ്യകാരുണ്യത്തിൽ ഇരുന്നപ്പോഴാണ്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. എൻ്റെ കുട്ടിക്കാലം അതിലുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു വചനപ്രഘോഷകനാവുക എന്നുള്ളത്. വൈദികനായില്ലെങ്കിൽ പോലും എനിക്കൊരു വചനപ്രഘോഷകനാകണമെന്നുള്ളൊരാഗ്രഹം കുട്ടിക്കാലം അതിലേ ഉണ്ടായിരുന്നു. വൈദികനായി സഭ എന്നെ പല പല ജോലികൾക്ക് വേണ്ടിയാണ് നിയമിച്ചിരുന്നത്. പക്ഷേ കോവിഡ് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രൊവിൻഷ്യൽ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഞാനൊരു ധ്യാന കേന്ദ്രത്തിലായിരുന്നു, ആ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം നടത്താൻ പറഞ്ഞു. അതെന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആനന്ദത്തിൻ്റെ അനുഭവമായിരുന്നു. ഞാൻ ധ്യാനങ്ങൾ നടത്താൻ തുടങ്ങി. പക്ഷേ അതിൽ
ഒത്തിരി ആളുകൾ വരുന്നുണ്ടായിരുന്നു, എങ്കിൽ പോലും അതിലെനിക്കൊരു സംതൃപ്തി ലഭിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള എനിക്ക് പരിചയമുള്ള കുറച്ച് ബ്രദർമാരൊക്കെ ആയിട്ട് ഞാൻ എപ്പോഴും കൂടെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഓൺലൈനിലായിട്ടൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അവർ ഒരു സന്ദേശം തന്നതാണ്, അച്ഛന് ഒരു ഭയമുണ്ട്. ആ ഭയം ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിക്കാതെ അച്ഛനൊരു ശുശ്രൂഷയുടെ പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാമായിരുന്നു, ഞാൻ എല്ലാവർക്കും എൻ്റെ കൂടെ എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാവുന്നൊരു ഭയം, എനിക്ക് പാമ്പിനെ പേടിയായിരുന്നു. കുട്ടിക്കാലം മുതലുള്ള പേടിയാണ്. പക്ഷേ പല ഭയങ്ങളെയും ഞാൻ അതിജീവിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ഭയം, നമ്മുടെ ജീവിതത്തിലൊരു ഭയം ഉണ്ടാകുമല്ലോ, എല്ലാവർക്കും ഉണ്ടാകുമല്ലോ എന്നൊക്കെ വിചാരിച്ച് അത് വേണ്ട എന്ന്, അത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അത് മാറത്തില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു ഭയമായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനമെടുത്ത് എനിക്കിതിനെ മാറ്റണം. ഞാൻ മാറ്റാൻ തീരുമാനമെടുത്തു. ഞാൻ ഇവരോടൊപ്പം തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരു ബ്രദർ തൊടുപുഴയിലും മറ്റൊരാൾ കാഞ്ഞിരപ്പള്ളിയിലുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ വേറൊരു കൂനമാവുള്ളൊരു ചേച്ചിയെ വിളിച്ച് എൻ്റെ കുമ്പസാരത്തിനുള്ള ആ ഒരു മേഖലകളൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ നല്ലൊരു കുമ്പസാരം, പ്രത്യേകിച്ച് ആ ഒരു ഭയത്തിൻ്റെ മേഖലയിൽ A to Z, ഞാൻ അതെവിടെ നിന്നാണ് വന്നത്, ഒരു ആന്തരിക മുറിവുകളും ഒക്കെ ഏറ്റുപറഞ്ഞ് നല്ലൊരു കുമ്പസാരം ഞാനൊരു വൈദികൻ്റെ അടുത്ത് പോയി നടത്തി. അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും വാങ്ങി തിരികെ ഞാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ വന്നിരുന്നു. ആ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഈശോ എന്നോടൊരു പോയിന്റിലെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, നീ നിൻ്റെ ഹൃദയത്തിലുള്ള, നിൻ്റെ ശരീരത്തിലുള്ള, നിൻ്റെ ആത്മാവിലുള്ള തിന്മയെ, ഭയത്തിൻ എന്ന തിന്മയെ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. എൻ്റെ പൗരോഹിത്യം ഉപയോഗിച്ചത് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു പാമ്പ് ഇഴഞ്ഞ് പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടു. ഒരു ദർശനമായിരുന്നു. അപ്പോൾ അത് അത്രയും നാളും ഞാൻ കൊണ്ടു നടന്നിരുന്ന ആ പാമ്പിനോടുള്ള ഭയം, ആ ഭയം എന്നെ വിട്ടുപോയി എന്നുള്ളതാണ്. പിന്നീട് സംഭവിച്ചതാണ്, പിന്നീട് എൻ്റെ ധ്യാനങ്ങൾക്കും അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്നവരുടെയൊക്കെ തലയിൽ കേൾക്കുമ്പോൾ പലപ്പോഴും ഈ പാമ്പിനെ ഞാൻ കാണാറുണ്ട്. പല തിന്മയുടെ അരൂപികളും പാമ്പിൻ്റെ രൂപത്തിലാണ് വെളിപ്പെടുത്തി കിട്ടാറുള്ളത്. അത്രയും നാളും എനിക്ക് ഈ പാമ്പിനെ തിരിച്ചറിയാൻ പറ്റത്തില്ലായിരുന്നു. ഈശോ എനിക്ക് ഒരിക്കൽ പോലും അത് കാണിച്ചു തരില്ലായിരുന്നു. കാരണം എനിക്ക് ആ ഭയം ഉണ്ടെന്ന് ഈശോയ്ക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഈശോ അത് പറഞ്ഞു തരാതിരുന്നത്. അപ്പോൾ അത്രമേൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ദിവ്യകാരുണ്യനാഥൻ. അടുത്തിടെ ഒരു ചേച്ചി ഒത്തിരി സങ്കടങ്ങളോടുകൂടെ, ഞാൻ എൻ്റെ ഒരു അനുഭവം ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലെത്തുമ്പോൾ ഈശോ ഒരു മഷി വലിച്ചെടുക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ആകുലതകളും നമ്മളുള്ള സകല നെഗറ്റിവിറ്റീസും ഈശോ വലിച്ചെടുക്കും, അത് ഇല്ലാതെയാവും. അപ്പോൾ ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി അത്യാവശ്യം പ്രാർത്ഥിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, ചേച്ചി ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിരിക്കെ ഈശോ ചേച്ചിയുടെ വേദനകളും സങ്കടങ്ങളൊക്കെ വലിച്ച് ഒരു മഷി വലിച്ചെടുക്കുന്നത് പോലെ ചേച്ചിയുടെ എല്ലാ പ്രശ്നങ്ങളും വലിച്ച് എടുത്തു മാറ്റും എന്ന് പറഞ്ഞു. ചേച്ചി കുറേ നേരം പോയിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അനുഭവം എനിക്കുണ്ടായി. ഈശോ അതെല്ലാം എന്നിൽ നിന്ന് എടുത്തു മാറ്റി. ഇപ്പം ഞാൻ വേറൊരു വ്യക്തിയായിട്ട് ഫീൽ ചെയ്യുന്നു എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവ്യകാരുണ്യം എന്നത് ചിന്തിക്കാനും അറിയാനും ഒക്കെ ഉള്ളതാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഫീൽ ചെയ്യാനുള്ളതാണ്. ഈശോയെ സ്നേഹിക്കാനും ഈശോയെ അനുഭവിക്കാനും ഉള്ളതാണ്. ആ അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജനക്കല്ലുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ നമ്മളെ നിർമ്മിക്കും. യെശയ്യാ 54:11. ആഗതനായവൻ വിളിച്ചിടുന്നു.